എവിടെയാണ്? ഉപദേശ വിഷയത്തിൽ താങ്കൾ ഈ രാത്രി എവിടെയാണ്? എന്നോടൊരു ചോദ്യമാണ്. ഉപദേശ വിഷയത്തിൽ എവിടെയാണ്? വിശുദ്ധിയിൽ എവിടെയാണ്? ആരാധനയിൽ എവിടെയാണ്? ആത്മീയതയിൽ എവിടെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയൊക്കെയോ പറഞ്ഞു, ലോകം ഒരുത്തിനെ പിടിച്ചാൽ, ബാബേൽ ഒരുത്തിനെ പിടിച്ചാൽ, മിസ്രൈം ഒരുത്തിനെ പിടിച്ചാൽ ആദ്യം ചെന്ന് പേര് മാറ്റും, അവൻ്റെ ആഹാര രീതി മാറ്റും. നമ്മൾ ദാനിയേൽ പുസ്തകങ്ങളിലും മറ്റ് ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. പക്ഷേ ജോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുചെല്ലുന്നു, അവൻ്റെ പേര് രാജാവ് മാറ്റുന്നു, അവനൊരു മിസ്രൈമ്യ ഭാര്യയെ കൊടുക്കുന്നു. മിസ്രൈമിലായിരുന്ന യോസഫിന് അവിടെ വെച്ച് 2 പിള്ളേരുണ്ടായി. ആ പിള്ളേരുടെ പേര് നമുക്കറിയാം. എന്നാ മക്കളെ? എഫ്രൈം, മനശ്ശെ. എഫ്രൈം, മനശ്ശെ. ഈ പേര് എബ്രായ പേരാണോ മിസ്രൈമ്യ പേരാണോ? എബ്രായ പേരാണ്. നോക്കിക്കേ, മിസ്രൈമില അവൻ്റെ പേര് മാറ്റി രാജാവ്, അവന് മിസ്രൈമ്യ ഭാര്യയും കൊടുത്തു. പക്ഷെ തനിക്ക് 2 പിള്ളേരുണ്ടായപ്പോൾ അവൻ ഇട്ട പേര് മിസ്രൈമ്യ പേരല്ല, അവർക്കിട്ടുകൊടുത്തത് എബ്രായ പേരാ. ഇന്നു രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. ലോകത്തിൽ സഭയുണ്ട്, പക്ഷെ സഭയ്ക്കകത്ത് ലോകം കയറരുത്. ലോകത്തിൽ ദൈവമക്കളുണ്ട്, ദൈവമക്കൾക്കകത്തേക്ക് ലോകം കയറരുത്. ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ഒരു വചനം മറക്കരുത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു മേഘങ്ങളിൽ പ്രത്യക്ഷനാകും. എന്തിനാണ്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ. ആകയാൽ എൻ്റെ വിശ്വാസ സമൂഹത്തോട് ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഈ എളിയവൻ ഈ രാത്രി പ്രബോധിപ്പിച്ച് ശുശ്രൂഷിച്ചു പറയുന്നത്, ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഞാനും നിങ്ങളും അറിയേണ്ടത്, നാമും നമ്മുടെ കുടുംബങ്ങളും തലമുറകളും ഈ ലോകക്കാരല്ല, ഈ ലോകത്തിനു വേണ്ടിയുള്ളവരല്ല. ഞാനും നിങ്ങളും കർത്താവിനുള്ളവരാണ്, കർത്താവിന് വേണ്ടിയുള്ളവരാണ്. ആ കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ലോകത്തോട് അനുരൂപപ്പെടാൻ, ലോകത്തോട് താതാത്മ്യപ്പെടാൻ, പലതിനോടും രമ്യപ്പെടാൻ, ടോളറേറ്റ് ചെയ്യാൻ, സമരസപ്പെടാൻ വളരെ പെടാപാടുപെടുന്ന, പിടിച്ചു നിൽക്കാൻ പെടാപാടുപെടുന്ന, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുക, പിടിച്ചു നിൽക്കാൻ പെടാപാടുപെടുന്ന വിശ്വാസ സമൂഹത്തെയാണ് ഈ കാലഘട്ടങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞു വരുന്നത്, ആമേ സ്തോത്രം, ആമേ ഡോക്ടറെ നേടാൻ ഡോക്ടറാകണമെന്നും, സിനിമാ ഫീൽഡിലുള്ളവരെ നേടാൻ സിനിമാക്കാരനാകണമെന്നും അങ്ങനെയൊക്കെ പറയുന്ന ഉപദേശങ്ങൾ ഈ കാലങ്ങളിൽ കയറി വരുന്നുണ്ട്. പക്ഷെ ബൈബിൾ പഠിച്ചപ്പോൾ എളിയവന് ഒരു കാര്യം മനസ്സിലായി, ഒരു ഡോക്ടറെ നേടുന്നതിനും ഡോക്ടറാകണ്ട, ഒരു പാർലമെന്റ് അംഗത്തെ നേടുന്ന നീ പാർലമെന്റ് അംഗമാകണ്ട, ഒരു പ്രസിഡന്റിനെ നേടുന്നതിനോ ഒരു പ്രധാനമന്ത്രിയെ നേടുന്നതിനോ നീ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമാകണ്ട. ബൈബിൾ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം ഒന്ന് കുലങ്കക്ഷമായി ധ്യാനിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യമായി. കർത്താവിന്റെ കൃപ പ്രാപിച്ചാൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കർത്താവിന്റെ നാമം മഹത്വമെടുക്കപ്പെടുമ്പോൾ ഈ ഡോക്ടറും എഞ്ചിനീയറും പ്രസിഡന്റും എല്ലാം വരും. നമ്മുടെ കൊല്ലത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഒരാളുണ്ട്, എത്രയോ ആളുകളാണ് വന്ന് ആ മാന്യ വനിതയെ ആലിംഗനം ചെയ്യുന്നത്, അവരെ കെട്ടിപ്പിടിക്കുന്നത്. എന്നാ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണ്, എന്നോ ഡോക്ടറേറ്റ് ഉണ്ടായിട്ടാണ്. ആമേ, ലോക നേതാക്കന്മാർ വന്ന് കുമ്പിടുന്നു. ഇവിടെ നാണം കെട്ട വിശ്വാസ സഭ പറയുക, വിശ്വാസ സമൂഹം പറയുക, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. ഈ രാത്രി ഞങ്ങൾക്കും വേണമെന്ന് നീ പറയുന്നത് നരകമാണ്. ഈ രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുക, അപ്പോസ്തലന്മാർ അവർ സാമാന്യ ജന, വിദ്യാഭ്യാസം ഇല്ലാത്തവർ. പക്ഷെ പത്രോസൊക്കെ വായി തുറന്നപ്പോൾ കർത്താവിന്റെ അഭിഷേകത്തിന്റെ അഗ്നി വായിലൂടെ പുറത്തു വന്നപ്പോൾ ചക്രവർത്തിമാർ കിടുകിട വിറച്ചു. ഇന്ന് അഭിഷേകത്തിന് വേണ്ടി താണിരിക്കാൻ, കൃപയ്ക്ക് വേണ്ടി താണിരിക്കാൻ, വിശുദ്ധിക്ക് വില കൊടുക്കാൻ, ഉപദേശത്തിന് വില കൊടുക്കാൻ, ദൈവിക സത്യങ്ങൾക്ക് വില കൊടുക്കാൻ ഒരു തലമുറ ഇല്ലാതെ പോകുന്നത് കൊണ്ട് കൃത്രിമ ഉണർവുകളും ശബ്ദകോലാഹലങ്ങളും ഒക്കെ മുഴങ്ങി ദൈവകൃപയിൽ നന്യപ്പെട്ടവരായി ഒരു സമൂഹം മാറുമ്പോൾ പ്രാർത്ഥിക്കുന്ന കൊടുപ്പനമോടുള്ള വിശ്വാസ സമൂഹത്തോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി വിളിച്ചു പറയുന്നു, വില മുടക്കുവാൻ, കരയുവാൻ, പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാണോ? എവിടെയെന്നുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ തയ്യാറാണോ? ഈ തലമുറയിൽ കർത്താവിന്റെ മഹത്വം നമ്മൾ കാണും. നമ്മുടെയൊക്കെ സുവിശേഷ യോഗങ്ങൾ ഭൂതങ്ങൾ അലറിയോടിയിരുന്ന ഒരു കാലം. എസ് രാജേന്ദ്രൻ നിർത്തി മനുഷ്യർ റാന്നിയിൽ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. 2 കണ്ണും കാഴ്ചയില്ല,
പക്ഷെ ഭൂതങ്ങൾ അലറിയിളകുന്ന കാഴ്ചകൾ അദ്ദേഹത്തിന് ശുശ്രൂഷയിൽ കണ്ടു. ഇന്ന് ഭൂതങ്ങളില്ലാഞ്ഞിട്ടാണോ? എത്രയോ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ ചർച്ചുകളിലുണ്ട്. അത്ഭുത രോഗശാന്തി തിരുവഴുത്തിന്റെ വാഗ്ദത്ത വിഷയമാണ്. അടിപ്പിണരുകളാൽ സഭയ്ക്ക് തമ്പുരാൻ മക്കൾക്ക് നൽകിയതാണ് അത്ഭുത രോഗശാന്തി. ഇന്ന് എവിടെ സഭ കൈകാര്യം ചെയ്ത രോഗശാന്തി? എവിടെ സഭയുടെ വിശുദ്ധി? എവിടെ സഭയുടെ ഉപദേശം? എവിടെ? എന്തിനങ്ങ് കൂടുതൽ കയറി പോന്നേ? ഇപ്പൊ ചെറിയ ചോദിക്കാം, പാസ്റ്ററെ കയറി നിങ്ങൾ എങ്ങോട്ടാ പാസ്റ്ററെ പോന്നേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ നിൽക്കുക. കേവലം ദൈവജനത്തോട് ചോദ്യം, നിന്റെ കുടുംബ പ്രാർത്ഥന എവിടെ? നിന്റെ കുടുംബ പ്രാർത്ഥന എവിടെ? കുടുംബ പ്രാർത്ഥന ആര് കൊണ്ടുപോയി? ആരാധന ആര് കൊണ്ടുപോയി? എന്തിന് ദൈവജനത്തിന്റെ സ്നേഹം ആര് കൊണ്ടുപോയി? കഴിഞ്ഞ ദിവസം MSc നേഴ്സായ ഒരു സിസ്റ്റർ എൻ്റെ അടുക്കൽ പ്രേയറിന് വന്നു. 2 കുഞ്ഞുങ്ങൾ, 7 വയസ്സ് മൂത്തതിന്, രണ്ടാമത്തതിന് 4 വയസ്സ്. വളരെ സുന്ദരന്മാരായ 2 ആൺമക്കൾ, വളരെ സുന്ദരിയായ ഒരു സഹോദരി. അവൾ കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി നിൽക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പ്രാർത്ഥിക്കണം? ആത്മഹത്യ ചെയ്യാതെ നിൽക്കാനുള്ള കൃപ തരാൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? ഇനി എന്നെ സംഭവിക്കാനാ പാസ്റ്ററെ? കരച്ചിലൊന്ന് അടങ്ങിയപ്പോൾ പയ്യെ പറഞ്ഞു, 2 ആഴ്ചയായി ഹസ്ബൻഡ് കളഞ്ഞിട്ട് പോയി. ഞാൻ ചോദിച്ചു, സ്ത്രീധനൊന്നും കൊടുത്തില്ലായിരുന്നോ? അപ്പോൾ എന്നോട് പറയുക, പാസ്റ്ററെ ഞങ്ങളുടെ തിരുവനന്തപുരം നാടിനെ കുറിച്ച് പാസ്റ്റർക്ക് അറിയത്തില്ല, സ്ത്രീധനം കൊടുത്തില്ലയോന്നോ? 3 ഏക്കർ റബ്ബർ തോട്ടം, നിങ്ങളുടെ വല്ല ബന്ധുക്കൾ വല്ലതാണെങ്കിൽ ക്ഷമിച്ചേക്കണേ, 3 ഏക്കർ റബ്ബർ തോട്ടം, സ്തോത്രം, ക്യാഷ് ആയിട്ട് 25 ലക്ഷം രൂപ, ക്യാഷ് 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപയുടെ ഒരു വണ്ടി, 1 കിലോ സ്വർണം. 1 കിലോ സ്വർണം വരുമ്പോൾ എത്ര പവൻ നിങ്ങൾക്കറിയാം? 1 കിലോ സ്വർണം ഇത്രേ കൊടുത്തുള്ളൂ പാവം പെണ്ണിൻ്റെ അപ്പൻ. 1 കിലോ സ്വർണം, 30 ലക്ഷം രൂപയുടെ വണ്ടി, 25 ലക്ഷം രൂപയുടെ ക്യാഷ്, 3 ഏക്കർ സ്ഥലം, ഇത്രയൊക്കെ കൊടുക്കാനുള്ളായിരുന്നു പാവങ്ങൾക്ക്. പക്ഷേ ആ ക്രൂരൻ വളരെ സുന്ദരിയായ ഈ സഹോദരിയെ, 2 കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് അവരുടെ തന്നെ ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എവിടെയോ നാട് വിട്ടു. 100 സംഭവങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ പറയാനുണ്ട്. ഒരു ചോദ്യം, ബ്രദർ, ഇത്രയും ദിവസം നീ ഇവിടെ കൂടെ പാർക്ക് ചെയ്യല്ലായിരുന്നോ? നീ മനസ്സുകൊണ്ട് എവിടായിരുന്നു? മനസ്സുകൊണ്ട് എവിടായിരുന്നു? ഇത് പഥ്യത്തോടെ ചുമക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എടുക്കാവൂ, അല്ലെങ്കിൽ ഇത് തൊടാതിരിക്കുന്നതാണ് നല്ലത്. പണ്ട് ഞാൻ ഇടയ്ക്ക് ഓർത്തോർത്ത് ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാനും ബഹുമാനപ്പെട്ട സാംബാസും കൂടെ ഒരു യാത്ര പോയി. തിരിച്ച് കോട്ടയത്ത് വന്നപ്പോൾ ഞങ്ങൾ വെള്ളം, മിനറൽ വാട്ടർ വാങ്ങി കുടിച്ചു. ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ പുറം അങ്ങ് തടിച്ച് ഉരുണ്ട്, എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഒരു വല്ലാത്ത അസ്വസ്ഥതയിലായി. പാസ്റ്റർ ഞാൻ പറഞ്ഞു, തപ്പി നോക്കിക്കേ പാസ്റ്റർ നീര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നീര് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ കിളിയൂരുള്ളൊരു വൈദ്യൻ്റെ ഒരു മരുന്ന് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു, 1 ഗ്ലാസ് പാല് ഒരു ദിവസം, അത് 2 നേരമായിട്ട് കുടിച്ചോണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാ ഉച്ചയ്ക്ക് പരവേശം എടുത്തപ്പം കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി മിനറൽ വാട്ടർ ഒരു കുപ്പി ഇങ്ങോട്ട് വാങ്ങി, 1/2 കുപ്പി അങ്ങ് തീർത്തു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, ശരീരത്ത് നീരടിച്ചു. ഇത് പത്യോപദേശമാണ്. നീരടിക്കും. ഇതിൻ്റെ പഥ്യത്തോടെ കാത്തില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പാ നീരടിക്കും. അത് പാസ്റ്ററായാലും നീരടിക്കും, വിശ്വാസിയായാലും നീരടിക്കും, ഇതിനെ ചുമക്കുന്ന ആരായാലും നീരടിച്ചിരിക്കും. ഒരു കാര്യം കൃത്യതയോടെ വിളിച്ചു ചോദിക്കുന്നു, എവിടെയാണ് താങ്കൾ ഈ രാത്രി? കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, എൻ്റെ പൊന്നു മക്കളെ, അപ്പനെയും അമ്മയും കളിപ്പിച്ച് നീ എവിടെയാണ്? ഈ മൊബൈലിനകത്ത് എവിടെയാണ് നീ? നമ്മളൊക്കെ കള്ളിനെ കുറിച്ചും കഞ്ചാവിനെ കുറിച്ചും പറയും, പക്ഷേ അതിനേക്കാൾ അപകടകാരിയാണ് ഈ സാധനം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ, അഷ്ടമുടിയിൽ 2 +2 വിദ്യാർത്ഥികൾ, +1 +2 2 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത്. വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട 2 കുഞ്ഞുങ്ങളുടെ മരണം എൻ്റെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്?
കാസർഗോഡ് നിന്നൊരു 14കാരി ചെമ്പൂര് വന്നിറങ്ങി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചെമ്പൂര് വന്നിറങ്ങി. കാസർഗോഡ് നിന്നൊരു 14കാരി ഇവിടെ വന്നപ്പോഴോ അവളുടെ ബെസ്റ്റി 68കാരൻ, അവളുടെ ബെസ്റ്റി 68കാരൻ കണ്ടു. കൊച്ചു തകർന്നു, നിലവിളിച്ചു. വെറുതെ പറയുകയല്ല, തള്ളുകയല്ല. നമ്മുടെ നാട്ടിലെ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ ചോദ്യം, മക്കളെ, നിങ്ങൾ എവിടെയാണ്? നീ ഇൻസ്റ്റയ്ക്കകത്താണെങ്കിൽ, അതിനകത്ത് പൂണ്ടു വിളയാടുകയാണെങ്കിൽ, ഈ രാത്രി ഒരു അപ്പൻ എന്ന നിലയിൽ ഒരു സുവിശേഷത്തിൽ പറയുന്നു, നീ മടങ്ങി വാ. നീ എവിടെയാണ്? നീ ഇൻസ്റ്റയിലാണോ? നീ ഫേസ്ബുക്കിലാണോ? നീ ഗെയിമിലാണോ? നീ മടങ്ങി വാ. ചർച്ചകൾക്കകത്ത് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഞങ്ങൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, പറയാൻ എന്നാ പേടിക്കുന്ന. ഇമ്മാനുവൽ വായിച്ചിൽ ഇമ്മാനുവൽ കോളേജിലായിരുന്നു. 1000-ലധികം കുഞ്ഞുങ്ങൾ പങ്കെടുത്തൊരു ക്യാമ്പ്. ഞങ്ങൾ നോക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, പകുതിയാണോ ഈ ഒരു സാധനത്തിനകത്താണ്, പകുതിയാണോ ഇതിനകത്താണ്. ടെലിഗ്രാമിനകത്ത് രാത്രികാലങ്ങളിൽ ഇയർഫോണും വെച്ച് സിനിമ കാണുന്ന വിശ്വാസ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്തിന്? സഭായോഗ പോലും ഇരുന്ന് ഈ സാധനം കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സഭായോഗത്തിലെങ്കിലും ഈ സാധനം വീട്ടിലിട്ടിട്ട് വരാൻ പാസ്റ്റർമാരും വിശ്വാസികളും കുഞ്ഞുങ്ങളും ഒരു മാന്യത കാണിക്കണം. അറ്റ്ലീസ്റ്റ് ഞായറാഴ്ച വിശുദ്ധ സഭായോഗത്തിലെങ്കിലും ഈ സാധനം വീട്ടിലിട്ടിട്ട് വരാൻ നമ്മളൊരു മാന്യത കാണിക്കണം. അതങ്ങനെ ചെയ്തിട്ട സധൈര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഏതെങ്ങനെ പാസ്റ്ററെ പൂട്ടാൻ വകുപ്പ് പാസ്റ്റർ പ്രസംഗത്തിലുണ്ടെങ്കിൽ പിടിക്കണ്ടേ? അതിന് ഈ സാധനം കൊണ്ട് നോൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. എവിടെ പാസ്റ്ററെ പിടിക്കാം, പാസ്റ്ററെ പിടിക്കുക, എവിടെ സാക്ഷ്യത്തിൽ പൂട്ടുക, എവിടെ പ്രബോധനക്കാരെ പിടിക്കുക, തെറ്റ് കണ്ടുപിടിക്കുക, സാധനം കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം, നമ്മൾ പലരെയും പൂട്ടാൻ നടക്കുന്നതിനിടയിൽ നമ്മൾ പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറക്കരുത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം ഇടുവാൻ ആഗ്രഹിക്കുമ്പോൾ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ആദം, നീ എവിടെയാണ്? ലോകവുമായി സഭയെ കൂട്ടിയിണക്കാൻ ആദ്യ ഉപദേശം കൊടുത്തിട്ട് പോയ ബിലയാം, അവന്റെ ഗതി നമുക്കറിയാം. എന്നാൽ നോക്കൂ, സഭ ലോകത്തോട് ഇഴകിച്ചേരേണ്ടതല്ല, സഭ ലോകവുമായി താതാത്മ്യപ്പെടേണ്ടതല്ല, സഭ ലോകവുമായി സമരസപ്പെടേണ്ടതല്ല, ടോളറേറ്റ് ചെയ്യേണ്ടതല്ല. സഭ വചനവുമായി, സഭ വിശുദ്ധിയുമായി, സഭ ഉപദേശവുമായി, സഭ കർത്താവായ യേശുക്രിസ്തുവുമായി സമരസപ്പെട്ടാൽ സഭയ്ക്കകത്ത് ഇന്നും അത്ഭുതങ്ങൾ നടക്കും, രോഗശാന്തി നടക്കും, ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടും, ഭൂതങ്ങൾ പുറത്തു പോകും, ക്യാൻസറുകൾ സൗഖ്യമാകും, കിഡ്നി പേഷ്യന്റുകൾ സൗഖ്യമാകും, ഏതു മാറത്തിൽ എന്ന് പറയുന്ന വ്യാധിയും മാറും. എന്റെയൊക്കെ ചെറുപ്രായത്തിൽ കണ്ടൊരു കാര്യമുണ്ട്. പേപ്പെട്ടി കടിച്ചിട്ട് ഒരു മുറിക്കകത്ത് അടച്ചിടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നായെ പോലെ കുരച്ച് വായിലൂടെ നുരയും പതയും ചാടിയ ഒരു ചെറുപ്പക്കാരൻ. ബഹുമാനപ്പെട്ട സാമ്പാസൊക്കെ കുടുംബക്കാരെ അറിയാം. സ്തോത്രം. മുക്കുഴിയിലാണ്. നായെ പോലെ കുരച്ച് കുനിഞ്ഞ് ഈള ഒലിച്ച് മുറിക്കകത്ത് പൂട്ടിയിടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. പ്രാർത്ഥിക്കാൻ കുറെ പഴമക്കാരായ പിതാക്കന്മാരും വെള്ളിയറ IPC എന്നൊരു ദൈവസഭയും. എന്നാൽ ആ പ്രാർത്ഥനകൾ നീണ്ടുപോകുന്നതിനിടയിൽ നാട്ടുകാർ കൂടി ചെറുക്കൻ ചാകും, കല്ലെറിഞ്ഞു കൊല്ലണം. പേപ്പെട്ടി കടിച്ചവർ രക്ഷപ്പെട്ട ചരിത്രം കണ്ടിട്ടില്ല. പെന്തക്കോസുകാരുടെയൊക്കെ തുടക്ക കാലഘട്ടങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ ആരെയും കല്ലെറിഞ്ഞു കൊല്ലേണ്ടി വന്നില്ല, വീടും കല്ലെറിയപ്പെട്ടില്ല. കുരച്ചു കുരച്ച് അവശനായി വീണ ചെറുപ്പക്കാരൻ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒന്ന് ഛർദിച്ച് കുടഞ്ഞെഴുന്നേറ്റു. പേ പിടിച്ച് വിഷബാധയേറ്റവനായിട്ടല്ല, അത്ഭുത സൗഖ്യം പ്രാപിച്ചവനായിട്ട്. ഒരു കാര്യം ഞാൻ രാത്രി വിളിച്ചു പറയുന്നു. IPC ദൈവസഭയുമായി ബന്ധപ്പെട്ട് ഇന്ന് അറിയപ്പെടുന്ന ഒരു ഉണർവ് പ്രഭാഷകനായി, രാജ്യാന്തര പ്രഭാഷകനായി അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ, ഹല്ലേലൂയ, അമേരിക്കയിൽ ഫ്ലോറിഡയിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, വിഷബാധയും ഇറങ്ങുന്നതാണ് ഭക്തന്മാരുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് എന്ത് സംഭവിച്ചു? ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കൂ. ഏലിയാവിന്റെ ദൈവം അവിടെ തന്നെയുണ്ട്. കർത്താവിനൊരു മാറ്റവും വന്നിട്ടില്ല, ഗതിഭേദത്താൽ ആച്ഛാദനം വന്നിട്ടില്ല. പക്ഷെ കർത്താവ് തിരിച്ചു ചോദിക്കുന്നു, എനിക്ക് പ്രവർത്തിക്കാനുള്ള ഏലിയാവ് എവിടെ? എനിക്ക് പ്രവർത്തിക്കാനുള്ള ഏലിയാവ് എവിടെ? ഈ രാത്രി അത്ഭുതങ്ങൾ നിന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല, ദൈവപ്രവൃത്തികൾ നിന്നുപോയിട്ടില്ല, അത് കുലമറ്റിട്ടില്ല, അതിന് വംശനാശം സംഭവിച്ചിട്ടില്ല. ഇന്നും അതിനെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. പക്ഷെ നമുക്കൊന്ന് പറയാൻ കഴിയണം, കർത്താവേ, ഞാനിവിടെയുണ്ട്, അടിയനിവിടെയുണ്ട്, അടിയനിവിടെയുണ്ട്.
അടിയൻ ഇവിടെയുണ്ട്. ലൈവായിട്ടൊക്കെ ഇത് പോകുന്നുണ്ട്, കുറേ ദൂരോട്ടൊക്കെ പോകുന്നുകൊണ്ടും ആമേൻ എനിക്ക് സവിസ്തരം പറയാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ നാട്ടുകാരിയായ ഒരമ്മച്ചിയുടെ സാക്ഷ്യം പറയാം. ഈ എളിയവൻ ആമേൻ ട്രിവാൻഡ്രത്ത് വന്ന നാളുകളിൽ 2008 ഞങ്ങളുടെ ഒരു അപ്പച്ചൻ്റെ കൂടെ ആ പാസ്റ്റർ അമ്മച്ചിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. എഴുത്തും വായനയും അറിയില്ല, ബൈബിൾ വായിക്കാൻ അറിയില്ല, 2 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല. നമ്മുടെ നാട്ടുകാരി, പാവപ്പെട്ട ഒരു ഉപദേശി അപ്പച്ചൻ്റെ ഭാര്യ, ഒരു ഉപദേശിനി അമ്മ. പക്ഷേ മുഴങ്കാൽ മടക്കിയിരുന്നാൽ ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങും. ഇതിനകത്ത് ഞാൻ പേരുന്നാളൊക്കെ പറഞ്ഞാൽ പലരുടെയും ബന്ധുവായിരിക്കാം, നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്താ, കാതെത്തുന്ന അകലത്താണ്. പക്ഷേ അമ്മ വീറോടെ വാശിയോടെ എളിയവനോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവദാസനെ, ആ സാധനം ഉണ്ടല്ലോ അവിടുന്ന് അനങ്ങത്തില്ല. ആ സാധനം അവിടെ നിന്ന് അനങ്ങത്തില്ല. അടിയാട്ടി, പണ്ടത്തെ അമ്മമാരെ വാക്ക അടിയാട്ടി. അടിയാട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ആ വാക്ക് കേട്ടപ്പോൾ എനിക്കൊരു ചിരി വന്നു. റാന്നിന്ന് വന്ന എനിക്ക് ആ വാക്കൊക്കെ ഒരു പുതുമയുള്ള വാക്കായിരുന്നു, ഒരു ചിരിയൊക്കെ വന്നു. സ്തോത്രം. അടിയാട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതവിടെ നിന്ന് അനങ്ങത്തില്ല. അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം, ആ അമ്മയുടെ കണ്ണടയുവോളം കാലം, അലക്സ് പാസ്റ്റർക്കൊക്കെ അറിയാം, സാക്ഷികളെ വെച്ചാ പറയുന്നത്, അനങ്ങിയിട്ടില്ല ഒരു സംഭവം. പക്ഷേ അമ്മ എന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടോ അവിടെ അനങ്ങി. കൊടപ്പനമോട് നെല്ലിക്കാമലയിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടോ, പിതാക്കന്മാരുണ്ടോ, പ്രാർത്ഥിക്കുന്ന ദൈവസഭ ദൈവദാസന്മാർ ഉണ്ടോ? ഒരു കാര്യം അറിയണം, ചിലതൊക്കെ അനങ്ങാതെ കെട്ടും മൂട്ടിൽ തളയ്ക്കുന്ന ഒരു സ്വർഗം ഇന്നും ജീവിക്കുന്നുണ്ട്. മറക്കരുത്, ആകാശമേഘങ്ങളെ അടച്ച തമ്പുരാൻ, അതിന്റെ വാതിലുകളെ തുറന്ന തമ്പുരാൻ ഇന്നും മരിച്ചു പോയിട്ടില്ല, ഓക്കി കൊണ്ടുപോയിട്ടില്ല, സുനാമി കൊണ്ടുപോയിട്ടില്ല, കൊറോണ കൊണ്ടുപോയിട്ടില്ല. താൻ മാത്രം ഏകസത്യ ദൈവമായി തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ വ്യവഹാരങ്ങൾ നടത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്നും ജീവിക്കുമ്പോൾ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നീ എവിടെ? ആദമേ നീ എവിടെ? രണ്ടാമത്തെ ചോദ്യം ആദമിന്റെ മൂത്ത മകനോടായിരുന്നു, കയീനെ നിന്റെ ബ്രദർ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ട് അതിന്റെ മണ്ട കയറി നിന്ന് നൃത്തം ചവിട്ടിക്കൊണ്ട് പറയുക, എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ ആലങ്കാരികം അങ്ങനെ പറഞ്ഞു വിട്ടതാ. പലതിനെയും ചവിട്ടി താഴ്ത്തി വെച്ച് അതിന്റെ മണ്ട കയറി ചവിട്ടിക്കൊണ്ട ഞാനും നിങ്ങളും പറയുന്നേ. എനിക്കറിയാമോ, എന്നോടാണോ ചോദിക്കുന്നത്? മാതാപിതാക്കളെ, കർത്തൃശുശ്രൂഷകന്മാരെ, സഹോദരങ്ങളെ, ദൈവം നമ്മോട് ചോദിക്കും, എന്തിയെ നിന്റെ അയൽക്കാരൻ, എന്തിയെ നിന്റെ നെയ്ബർ, എന്തിയെ നിന്റെ അയൽക്കാരി, എന്തിയെ നിന്റെ വിശ്വാസി? ഞങ്ങളോട് ചോദിക്കും. എബ്രായ ലേഖനം അങ്ങനെ പറയുന്നേ അല്ലേ? ചോദിക്കും നമ്മളോട്, എന്തിയെ നിന്റെ മക്കൾ, എന്തിയെ നിന്റെ ഭാര്യ, എന്തിയെ നിന്റെ ഭർത്താവ്, എന്തിയെ? ഉറപ്പാ ദൈവം ചോദിക്കും. എവിടെ? ഞാനൊരു ഭർത്താവിനെ തന്നില്ല, ഒന്നേ തന്നിട്ടുള്ളൂ ദൈവം, കേട്ടോ. ആ ഒന്നിനെ കുറിച്ചേ ചോദിക്കത്തുള്ളൂ. എവിടെ? ഒന്നേ ദൈവം തന്നിട്ടുള്ളൂ. എവിടെ? ഭാര്യ എവിടെ? ഭർത്താവ് എവിടെ? നിന്റെ മക്കൾ എവിടെ? എന്ത് ആൻസറാണ് കൊടുക്കാനുള്ളത്? സ്തോത്രം. ലൈവ് ഒരു നിമിഷം ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ ബ്രദറെ? ഒറ്റ നിമിഷത്തേക്ക്. താങ്ക് യു. കൊല്ലത്ത് ഞങ്ങളുടെ ഒരു ശുശ്രൂഷകൻ, ഞങ്ങളുടെ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകൾ വർഷിപ്പ് ലീഡറാണ്. ഇത് നാട്ടുകാരും കേൾക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല. വർഷിപ്പ് ലീഡറാണ്. അവൾ അന്യഭാഷ കേട്ട് അതുപോലൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് ഞാനും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഒഴുക്കോടെ. എന്നോ രസമാണെന്നറിയാം. ഞാൻ അങ്ങനെ അങ്ങ് പറയുക. ഉന്നത വിദ്യാഭ്യാസം, 2 വർഷം കൂടെ കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റായിട്ട് ജോലിക്ക് കയറാം. കെമിസ്ട്രിയിൽ ഉന്നത ബിരുദം, സയൻറ്റിസ്റ്റായിട്ട് ജോലിക്ക് കയറാം. പക്ഷെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ആ ദേവദാസൻ്റെ ഒരു കാര്യത്തിന് വിളിച്ചു. അപ്പോൾ ശബ്ദത്തിലൊരു മ്ലാനത. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയപ്പാ പറ, ഫ്രീഡം ഉണ്ട്. ചോദിച്ചു, എന്നാ പറ്റി പറ. ഷിബു അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല. സത്യമായിട്ട് അറിഞ്ഞു. ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല. മോള് പോയി ഷിബു. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ. മരിച്ചു പോയതല്ല, എന്നാ പിന്നെ സന്തോഷം ഉണ്ടായിരുന്നു പാസ്റ്ററെ. നിങ്ങൾ കേട്ടോ? ഇല്ലെങ്കിൽ ഒടുവിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ആരുടെ.
പരിച്ഛേദന ഏറ്റ ഒരാളുടെ പോയി. അപ്പോൾ മനസ്സിലായി. ഓക്കെ, ശ്രദ്ധിച്ചേ. എവിടെ? എനിക്ക് 2 മക്കളുണ്ട്. കർത്താവ് ചോദിക്കും, ഷിബു എവിടെ മക്കൾ? പേടിയുണ്ട്, ഭയമുണ്ട്, ഒരു വല്ലാത്ത ഭീതി ശിരാനരമ്പുകൾ വഴി ഒഴുകുന്നുണ്ട്. സ്തോത്രം. ദൈവമുമ്പാകെ ഇരിക്കുന്നു, കരയുന്നു. കർത്താവേ എവിടെയെന്നൊരു ചോദ്യം എൻ്റെ നേരെ വരും. അന്ന് യെശയ്യാവിൽ വായിക്കുന്ന പോലെ 2 എണ്ണത്തെ ദൈവം തന്നിട്ടുണ്ട്. ഇടവും വലവും നിർത്തി എനിക്കും എൻ്റെ പ്രിയതമയ്ക്കും പറയാനിടയാകണം, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. കൊടപ്പനമൂട് ദേശനിവാസികളെ, അപ്പനും അമ്മയും ഞായറാഴ്ച ചർച്ചിലുണ്ട്. പൊത്തോം പൊക്കി തലേ വെച്ച് കക്ഷത്തി വെച്ച് ഞാൻ നിങ്ങൾ വന്നു കയറി എന്തതിജയമേ ദൈവത്തിന് സ്നേഹം പാടുക, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, നിന്നോടൊപ്പം ഇരിക്കേണ്ട നിന്റെ കുഞ്ഞെവിടെ? നിന്നോടൊപ്പം ഇരിക്കേണ്ട നിന്റെ കൊച്ചുമക്കൾ എവിടെ? ക്രിസ്തീയ ജീവിത യാത്രയിൽ ഞങ്ങളുടെ മാതൃസഭയിൽ എഴുതി വെച്ചിരുന്ന ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു. ക്രിസ്തീയ ജീവിത യാത്രയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടവർ കൂടെയില്ലാത്തതിനാൽ വേദനയോടെ നിലവിളിച്ചിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതയാത്രയിൽ കൂടെ ഉണ്ടാകേണ്ടവർ കൂടെയില്ലാത്തതിനാൽ വേദനയോടെ നിലവിളിച്ചിട്ടുണ്ടോ? കയ്യിനെ എവിടെ നിന്റെ ബ്രദർ? ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വെറുതെ കേട്ടു പോകരുത്. ഇതെന്തോന്ന് പ്രസംഗമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾക്ക് തലയാട്ടി പോകാം. പക്ഷെ കർത്താവ് പ്രാർത്ഥനാ മുറിയിൽ എളിവനെ ഭരമേൽപ്പിച്ച ദൂത് പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൈമാറുമ്പോൾ ഈ ചോദ്യം കേൾക്കും. മറക്കരുത്, ആൻസർ ചെയ്യാൻ തയ്യാറായിക്കോണോ. എവിടെ നിന്റെ മക്കൾ? എവിടെ നിന്റെ കുടുംബം? ഞാൻ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ചർച്ച്, ഞാൻ നിന്നെ ഏൽപ്പിച്ച ഓരോന്ന് 1 by 1 ആയി ചോദിക്കും. 5 താലന്ത് 2 താലന്ത് 1 താലന്ത് യജമാനൻ കൊടുത്തിട്ട് പോയി. ഇവൻ വിചാരിച്ചു, ഒന്ന് കുഴിച്ചിട്ടവൻ വിചാരിച്ചു ഇത് നീ ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ യജമാനൻ തിരിച്ചു വന്നു. താലന്തിൻ്റെ ഉടയവൻ കൊടുത്തവൻ തിരിച്ചു വന്ന് ചോദിച്ചു, എന്തിയെ തന്നത്? എവിടെയാ തന്നത്? 5 കിട്ടിയവൻ പറഞ്ഞു ഞാൻ 5 കൂടെ, 2 കിട്ടിയവൻ പറഞ്ഞു ഞാൻ 2 കൂടെ, എന്നാൽ 1 കിട്ടിയവൻ പറഞ്ഞ കുഴിച്ചിട്ടു. അവനെ വിളിച്ച വിളി നമുക്കറിയാം, അവൻ കേട്ട ശബ്ദം നമുക്കറിയാം. ഇന്ന് രാത്രി ഈ ആലയത്തിൻ്റെ ഈ ഫ്ലോറിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നവർ, എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ആൻസർ, കർത്താവേ ഞാൻ അങ്ങ് തന്നതിനോട് ഞാൻ നേടി, അല്ല അങ്ങ് തന്നതിനെ നഷ്ടപ്പെടുത്താതെ ഞാൻ സൂക്ഷിച്ചു. ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ ആ വിളി കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതെടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മുടെ വീടിന് വേണ്ടിയല്ല, കാറിന് വേണ്ടിയല്ല, വസ്തുവിന് വേണ്ടിയല്ല നമ്മളിത് ചുമക്കുന്നത്. എന്നാൽ ഇത് ചുമക്കുന്നവർക്ക് ദൈവം ഇതൊക്കെ തരത്തില്ലേ? ഉറപ്പായിട്ടും എൻ്റെയും നിങ്ങളുടെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയതെല്ലാം ദൈവം തമ്പുരാൻ തരും, മറക്കരുത്. പക്ഷെ ചോദ്യം പ്രസക്തമാണ്, എവിടെ ഞാൻ നിനക്ക് തന്നതൊക്കെ? എവിടെ? ഈ രാത്രി എന്താ ആൻസർ ചെയ്യുന്നത്? എവിടെ? എവിടെ? കഴിഞ്ഞ ദിവസം രാത്രി ഒന്ന് വിസിറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നു. ഒരു വീട്ടിൽ ഫാമിലി പ്രെയർ, ജനലൊക്കെ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് പ്രെയർ ആയതുകൊണ്ടും സ്തോത്രമൊന്നും പറയാതെ മുറ്റത്ത് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ മിസ്സസ് പറഞ്ഞു, ഒന്ന് നോക്കിക്കേ. ആ വീട്ടിലെ മകൻ, അമ്മ പ്രാർത്ഥിക്കുന്നു, പക്ഷെ അവൻ ഇതിനകത്താ. ഒരു നിമിഷം പോലും ജീവിതത്തിൽ നിന്നൊന്നും മാറ്റിവെക്കാൻ കഴിയാത്തൊരു വസ്തുവായി ജനത്തിൽ ഇത് മാറിയിരിക്കുന്നു. എന്തിനേറെ ബാത്റൂമുകളിലും വാഷ്റൂമുകളിലും ടോയ്ലറ്റിൽ ഇതും കൊണ്ട് കയറുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയല്ലേ? അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയൊരു പഠനം നമ്മൾ കണ്ടിരിക്കും. ഇതും കൊണ്ട് ടോയ്ലറ്റിൽ വാഷ്റൂമിൽ നമ്മൾ കയറുമ്പോൾ എന്തിനാ കയറിയെന്നുള്ള കാര്യം മറക്കും. സുഗമമായി നടക്കേണ്ട പല കാര്യങ്ങളും നടക്കപ്പെടാതെ പോകും. മനോരമ പത്രമൊക്കെ ചുമ്മാതെ പോകരുത്, അതിനകത്തെ ചില പ്രാധാന്യം അർഹിക്കുന്ന വാർത്തകളുണ്ട്, അതൊക്കെ നോക്കണം. ഇത് മനുഷ്യകുലത്തെ, മനുഷ്യ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, എസ്പെഷ്യലി പ്രത്യേകിച്ച് കോവിഡാനന്തര ലോകത്തിൽ പ്രായഭേദമന്യേ, ആൾഭേദമന്യേ, വ്യക്തിത്വ ഭേദമന്യേ ആളുകളെ ഇത്രയധികം സ്വാധീനിച്ചിരിക്കുന്ന, ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരു പ്രതിഭാസം വേറെ ഇല്ല എന്നുള്ളത് എത്ര സത്യമായ കാര്യമാണ്. ചോദ്യം എവിടെയാണ്? എവിടെയാണ്? ഈ രാത്രി എന്താണ് ആൻസർ കൊടുക്കാൻ പറ്റുന്നത്? ഞാൻ നിർത്തട്ടെ. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ഇയ്യോബ് 14:10, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ
പിന്നെ എവിടെ? നിർത്തട്ടെ. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ? ഈ ലോകം കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഈ രാത്രി ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ പ്രാണനെ വിട്ടാൽ എവിടെയായിരിക്കും? പ്രാണനെ വിട്ടാൽ ഞാനും നിങ്ങളും എവിടെയായിരിക്കും? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എങ്ങനെ ആയിരിക്കുമെന്ന് മരണ അടക്ക പുനരുത്ഥാനം കൊണ്ടും ഭാവി പ്രവചന വാഗ്ദത്തങ്ങൾ കൊണ്ടും കൃത്യമായ അറിവ് മനുഷ്യനിലേക്ക് പകർന്നു നൽകുവാനിടയായി തീർന്നു. സധൈര്യം, ഉച്ചസ്ഥൈര്യം ഇതൊക്കെ പ്രതിപാദിക്കുവാൻ, പ്രസംഗിക്കുവാൻ കാരണം കർത്താവായ യേശു ക്രിസ്തു നൽകിയ ഉറപ്പാണ്. മരണത്തിനപ്പുറത്ത് കടന്നു ചെന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, മരണം കൊണ്ട് തീരുന്നതല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ യോബിന്റെ പുസ്തകത്തിൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയെന്ന് ചോദ്യമുയരുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നസ്രയൻ ജീവിതം കൊണ്ട് നൽകുവാനിടയായി തീർന്നു. ആമേൻ. യോബിന്റെ പുസ്തകം 38 അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ഈ യോബിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മുഴുവൻ. ഒന്നാം വാക്യം മുതൽ ഒടുവിലത്തെ വാക്യം വരെ മുഴുവൻ ചോദ്യങ്ങളാണ്. കാർത്തികയുടെ സപ്തർഷിയുടെ ബന്ധനങ്ങളെ അഴിക്കാമോ? മകീരത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാമോ? സപ്തർഷിയുടെ മക്കളെയൊക്കെ നീയാണോ പുറപ്പെടുവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് വരികയാണ്. എവിടെ? നിനക്കറിയാമോ? ഉത്തരം പറയാമോ? നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ഇയ്യോബ്. എന്നാൽ നമ്മൾ പുതിയ നിയമഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നസ്രയനായ യേശു ക്രിസ്തു നിസ്സഹായനായി നിൽക്കപ്പെട്ട മനുഷ്യന്റെ മുൻപിൽ കൃത്യതയോടെ, വ്യക്തതയോടെ ഒരു ആൻസർ നൽകി. മരണം കൊണ്ട് തീരുകയല്ല മനുഷ്യ നീ, മരണം കൊണ്ട് അവസാനിക്കുകയല്ല, മരണം കൊണ്ട് ഒടുങ്ങുകയല്ല. ദ്രവത്വമുള്ള നിന്റെ ശരീരം അദ്രവത്വത്തിലേക്ക്, മൺമയമായ നിന്റെ ശരീരം വിൺമയമായ മഹത്വകരമായ അനുഭവത്തിലേക്ക്, താഴ്ചയുള്ള നിന്റെ ശരീരം മഹത്വകരമായ അനുഭവത്തിലേക്ക്, അമർത്യതയുള്ള നിന്റെ ശരീരം അമർത്യതയിലേക്ക് അവൻ നീങ്ങുന്ന ഒരു പ്രതിഭാസമാണ് മരണമെന്ന് പറയുന്നത്. കൃത്യതയോടെ, വ്യക്തതയോടെ ജീവിതം കൊണ്ട് നസ്രയനും അപ്പോസ്തലന്മാരും ആ കാര്യം പഠിപ്പിക്കുമ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ ആത്മകണ്ണുകളിൽ കണ്ടുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം വിളിച്ച് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ഹേ മരണമേ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? രോഗികളാണോ? ക്ഷീണിതരാണോ? ബലഹീനരാണോ? അമ്മ പ്രാർത്ഥിച്ചിട്ടും പല വിഷയങ്ങളിൽ വിടുതൽ കിട്ടാതെ, മറുപടി കിട്ടാതെ ഞാൻ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നവരാണോ? കർത്താവിൻ്റെ ആത്മാവ് ഈ രാത്രി നമ്മോട് പറയുകയാണ്, ക്രിസ്തുവിൽ വാസ്തവമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരാണോ ഞാനും നിങ്ങളും? നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു ജയമുണ്ട്, ജീവിതത്തിനൊരു ജയമുണ്ട്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു അർത്ഥതലമുണ്ട്. മറക്കരുത്. അർത്ഥശൂന്യമായ, നിരർത്ഥകമായ എന്തിൻ്റെയോ പിന്നാലെ വൃഥാ യാനം ചെയ്യുന്നവരല്ല ഞാനും നിങ്ങളും. പിന്നെയോ അർത്ഥമാത്ര പ്രസക്തമായ കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു തന്ന, തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത മരണ അടക്ക പുനരുത്ഥാനം കൊണ്ട് എനിക്കും നിങ്ങൾക്കും മുമ്പിൽ തുറന്നു നൽകിയ നിത്യതയുടെ വിത്ത് ചുമക്കുന്ന ഞാനും നിങ്ങളും മറന്നുപോകാതെ സൂക്ഷിക്കേണ്ട ഒരു സത്യമുണ്ട്. എൻ്റെ നിങ്ങളുടെ പ്രത്യാശ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, നമ്മുടെ പ്രത്യാശ ഇവിടം കൊണ്ട് തീരുന്നതല്ല. കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഭാവി മഹത്വത്തിന്റെ പ്രത്യാശയിലേക്ക് ഞാനും നിങ്ങൾ നടന്നു കയറേണ്ടവരാണ്. പ്രിയരെ, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്ന് ചില പരാജയങ്ങൾ ആയിരിക്കാം എൻ്റെ നിങ്ങളുടെ കണ്ണുമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചില തോൽവികളായിരിക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ചില ക്ഷീണകരമായ അനുഭവങ്ങളായിരിക്കാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നസ്രയൻ ഈ രാത്രി നമ്മളോട് വാഗ്ദത്തം ചെയ്ത് പറയുന്നത്, ഈ തോൽവി വിജയത്തിനായി വഴിമാറും. കർത്താവായ യേശു ക്രിസ്തു പ്രകാരം അരുളി ചെയ്തു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. വെറുതെയല്ല വിശ്വാസികളെന്ന് പറയുന്നത്. വിശ്വാസി എന്ന പേരിൻ്റെ മഹത്വം ഈ ദിനങ്ങളിൽ ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാൻ കർത്താവ് എളിയവനൊരു അവസരം തന്നുകൊണ്ടിരിക്കുക. വിശ്വാസി എന്ന പേരിൻ്റെ മഹത്വം ആത്മാവിൽ വചനത്തിലൂടെ ഗ്രഹിച്ചപ്പോൾ
ഉള്ളം തുടിച്ചു. വേട്ടമല ഫിലിപ്പോസ് സ്വദേശി പറഞ്ഞ പോലെ ഉള്ളം തുടിച്ചു, പാദങ്ങൾ പൊങ്ങി, ആമേ കൈകളൊക്കെ ചലിച്ചു, നാവുകളൊക്കെ ചലിച്ചു. വിശ്വാസി എന്ന പേരിന്റെ മഹത്വം. വിശ്വാസി, വിശ്വാസം അത് ജയിക്കുന്നതാണ്. എന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ലോകത്തിന് കഴിയില്ല. ഞാനും നിങ്ങളും മനസ്സ് വെക്കാത്തിടത്തോളം കാലം എന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ലോകത്തിന് കഴിയില്ല. ഒരു ലോകത്തിന്റെ പ്രതിഭാസങ്ങൾക്ക് കഴിയില്ല, ലോകത്തിന്റെ ഒരു ഇച്ഛകൾക്കും കഴിയില്ല. ഞങ്ങളുടെ നാട്ടുകാരൻ CS മാത്യു സാറ് തൻ്റെ 8 മക്കൾ ഒന്നിനു മീതെ ഒന്നായി മരിച്ചു മാറ്റപ്പെട്ട ദൈവമനുഷ്യൻ, ആമേൻ, ആത്മാവിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യേ തളരാതെ ചേർന്ന് പാടി, ആമേൻ, സ്തോത്രം. മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ, വെള്ളത്തിന്റെ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജഡിക സുഖങ്ങൾ എതിരേറ്റാൽ മണ്ണേ പ്രതി ഞാൻ മാണിക്യം വെടിയുകയില്ല. ഇന്നു രാത്രി എന്നെ കേൾക്കുന്നവരെ, സാധു കൊച്ചു കുഞ്ഞുദേശി ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യേ തളരാതെ പാടി, ദുഃഖത്തിന്റെ പാനപാത്ര കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അതേറ്റ് ഞാൻ ഹല്ലേലൂയ പാടും. ഇന്ന് ഇക്കിളിപ്പെടുത്തുന്ന, എന്നെ നിങ്ങളെ എവിടെയൊക്കെയോ രസിപ്പിക്കുന്ന കുറച്ച് പാട്ടുകളും അതിന്റെ താളങ്ങളും അതിന്റെ ലയങ്ങളും നമ്മളെ ആത്മീയതയുടെ ഒരു മാസ്മരികതയിലേക്ക്, ഒരു വിഭൂതിയിലേക്ക് എവിടെയൊക്കെയോ വലിച്ചു മാറ്റിക്കൊണ്ടു പോകുമ്പോൾ കൊതിയേറുന്നേ അരികിൽ വരാൻ പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഒളി കണ്ടിട്ട് നോക്കുന്ന പലതിനെയും നമ്മളിൽ പലരും കാണുന്നില്ല. ഇക്കിളിപ്പെടുത്തലുകൾ, രസപ്പെടുത്തലുകൾ, വിഭൂതിയിലേക്ക്, മാസ്മരീയതയിലേക്ക്, ഒരു ഇന്ദ്രജാല പ്രകടനത്തിൽ എന്ന പോലെ ജനത്തെ വലിച്ചു കൊണ്ടുപോകുന്ന മായാജാലം, കൺകെട്ട് വിദ്യ എന്നതിലൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങൾ. അതിൻ്റെ നടുവിൽ വചനം ഉയർത്തി പിടിച്ചുകൊണ്ട് എളിയദാസൻ ഈ രാത്രി ചോദിക്കുന്നു, എവിടെയാണ് എൻ്റെ നിങ്ങളുടെ ആത്മീയത? എവിടെയാണ് നമ്മുടെ പ്രാർത്ഥന? എവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ഒടുങ്ങിപ്പോയിരിക്കുന്നത്? എലീശയോട് ചോദ്യത്തിന് ശിഷ്യൻ പറഞ്ഞതുപോലെ, നിന്റെ കോടാരി ഊരി വീണത് എവിടെ? അവൻ സ്ഥലം കാണിച്ചു കൊടുത്തു. അവൻ അറിയാമായിരുന്നു അതെവിടെയാ വീണെന്ന്. അവൻ പറഞ്ഞു, ഇവിടാ പോയത്, ഇവിടെ തന്നെ വീണത്. നീ വീണത് പെണ്ണിലാണോ? നീ വീണത് പണത്തിലാണോ? നീ വീണത് മ്ലേച്ഛതയിലാണോ? നീ വീണത് ഫോണിലാണോ? നീ വീണത് മറ്റെന്തെങ്കിലും വൃത്തികേടിലാണോ? ഈ രാത്രി ബ്രദർ, സിസ്റ്റർ, തുറന്നു പറ, ഞാൻ ഇവിടെയാ വീണത്, ഞാൻ ഇവിടെയാ വീണത്. കർത്താവ് നിനക്കൊരു ജീവിതം തരും, കർത്താവ് നിനക്കൊരു ജീവനം തരും. നിന്റെ കുടുംബം നശിക്കത്തില്ല, നിന്റെ കുടുംബം തകരില്ല, നീ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, നിന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യില്ല, നിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യില്ല, നിന്റെ മക്കൾ വീട് വിട്ടു പോകില്ല, നിന്റെ മക്കൾ വഴിപിഴക്കില്ല. ഈ രാത്രി പറയാൻ തയ്യാറാണോ? ഇവിടാ വീണത്, ഇവിടാ നഷ്ടപ്പെട്ടത്. അതെ, ആ ഫേസ്ബുക്കിൽ വന്ന ചാറ്റിലാണ്, ആ ഇൻസ്റ്റയിൽ വന്ന സന്ദേശത്തിലാണ്, ആ വീഡിയോ കോളിലാണ്. അയ്യോ, ഞാൻ പോയത് ഇവിടെയാണ്. ഒന്ന് തുറന്ന് സമ്മതിച്ച ബ്രദർ, മരണം നിന്റെ മേൽ ജയം ഘോഷിക്കത്തില്ല. ഭക്തന്മാർ ഓരോന്നോരോന്ന് വീഴുമ്പോൾ, കഴിഞ്ഞ ദിവസം എളിയവന്റെ ഉള്ളിൽ ഉണ്ടായ ഒരു ദർശനമാണ്. ഭക്തന്മാർ വീഴുമ്പോൾ അപ്പുറത്ത് പിശാച് പറയുക, അയ്യോ, എനിക്ക് തോൽപ്പിക്കാൻ കഴിയാഞ്ഞ ഒരുത്തനൂടെ പോയല്ലോ. നിത്യത്തിലേക്ക് കയറിപ്പോയ ചില ഭക്തന്മാരുടെ പേരുകൾ മനസ്സിൽ വന്ന് എങ്ങനെ ഒന്ന് ആ ചിന്തകളെ ധ്യാനിച്ചപ്പോൾ, ആമേ, പാസവിയെ തമ്പി നീണ്ടു നിവർന്ന് കിടക്കുന്നു. പിശാച് പറയുക, അയ്യോ, എനിക്ക് തോൽപ്പിക്കാൻ കഴിയാതെ പോയ ഒരുത്തൻ തേടിതാ പോകുന്നു. പൗലോസ് വീണ് കിടക്കുമ്പോൾ, ആമേ, സ്തോത്രം, മരിച്ചു കിടക്കുമ്പോൾ പിശാച് മാറി എന്ന് പറയുക, അയ്യോ, എനിക്ക് തോൽപ്പിക്കാൻ കഴിയാതിരുന്ന, എനിക്ക് വീഴ്ത്തുവാൻ കഴിയാതിരുന്ന ഒരുത്തനൂടെ പോയല്ലോ. ഞാനും നിങ്ങളും, ആമേ, മരിച്ചു കിടക്കുമ്പോൾ പിശാച് താണ്ഡവ നൃത്തം ചവിട്ടുവാൻ ഇടയാകാതെ അവൻ ദുഃഖിക്കാൻ ഇടയാകട്ടെ. ഈ ലോക ജീവിതത്തിൽ എനിക്ക് ആകർഷിച്ചു കളയാനോ വശീകരിച്ചു കളയാനോ എനിക്ക് തോൽപ്പിച്ചു കളയാനോ കഴിയാതിരുന്ന ഒരുത്തനൂടെ ഞാനിവിടെ ഒരു ദൈവദാസന്റെ മരണത്തിന് അവസാന ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. പ്രിയ ജോസ് പാസ്റ്ററുടേത്. അദ്ദേഹം നീണ്ടു നിവർന്ന് കിടന്നപ്പോൾ പിശാച് മാറി ദുഃഖിച്ചു പറഞ്ഞു കാണും, അയ്യോ, എനിക്ക് തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യനൂടെ പോയല്ലോ. ഈ രാത്രി വിശ്വാസ സമൂഹമേ, ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന ദേശവാസികളെ, ഒരു കാര്യം അറിയുക, പിശാചിന് തോൽപ്പിക്കാൻ കഴിയാഞ്ഞ ഒരാളൂടെ മരണം വഴിയായി മാറ്റപ്പെട്ടെന്ന് കർത്താവിന്റെ വരവ് താമസിച്ചാൽ എൻ്റെ നിങ്ങളുടെ ഒടുക്കത്തിൽ, ഭൂമിയിലെ ഒടുക്കത്തിൽ പിശാച് ദുഃഖിക്കാൻ ഇടയാകണമെന്ന് ആഗ്രഹമുള്ള എത്ര വിശുദ്ധന്മാരുണ്ട്, എത്ര വിശുദ്ധമതികളുണ്ട്. നരകത്തെ വിറപ്പിക്കുന്ന
കേട്ട വിശ്വാസി. ആരോ ചുള്ളിക്കമ്പെടുത്തെറിഞ്ഞതാ, നിന്റെ കമ്പേർ. വചനം പറയുന്ന ദൈവദാസന്മാർക്ക് പ്രസക്തിയില്ല, അവർക്ക് കൃപയില്ല, അവർക്ക് ആത്മജ്ഞാനം ഇല്ല, അവർക്ക് വെളിപ്പാടില്ല. കെട്ടുണ്ട് പൊട്ടുണ്ട് അതുകൊണ്ട് ഇതുണ്ട് പറഞ്ഞാൽ അയ്യോ ഇത്ര കൃപയുള്ളൊരു പാസ് വേറെ ഇല്ല. നിന്റെ കയ്യിലെ കാശ് തീരുക നീ അറിയുന്നില്ല. മടങ്ങി വാ. അന്ധത പിടിച്ച ആത്മീയതയിലാണോ? എവിടെ? എനിക്ക് ഒത്തിരി പറയാതെ നിർത്തുന്നു. എവിടെ അന്ധത ബാധിച്ച ആത്മീയതയിലാണെങ്കിൽ, ദൈവം ഇഷ്ടപ്പെടാത്ത ആത്മീക ജീവിതത്തിലാണെങ്കിൽ, സ്വയം സംതൃപ്തി അടയുന്ന ആത്മീക ജീവിതത്തിലാണെങ്കിൽ, come here, മടങ്ങി വാ, തിരികെ വാ, ഇവിടേക്ക് വാ, കർത്താവിന്റെ അരികിലേക്ക് വാ. എവിടെയാ ഈ രാത്രി? മരണം കൊണ്ട് അഴിയാത്തൊരു പിരിയാബന്ധം കർത്താവുമായി സ്ഥാപിച്ചിരിക്കുന്നവർ ഈ രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉള്ളം തുടിച്ചുകൊണ്ട് പറയും, കർത്താവേ ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്, ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്. ഒരു നിമിഷം പോലും ഞാൻ അങ്ങേ വിട്ട് അകന്നു മാറിയിട്ടില്ല, ഒരു നിമിഷം പോലും ഞാൻ അങ്ങേ വിട്ട് അകന്നിരുന്നിട്ടില്ല, ഞാൻ അങ്ങേ വിട്ട് മാറിയിട്ടില്ല. ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്. കൂടെ ഇരിക്കാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ, കൂടെ നടക്കാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ, ഒപ്പം ഇരിക്കാൻ കർത്താവ് ശിഷ്യരെ തെരഞ്ഞെടുത്തെങ്കിൽ ഈ രാത്രി വിശ്വാസികളെ ന്യൂ ഇന്ത്യക്ക് വേണം, വിശ്വാസികളെ IPCക്ക് വേണം, വിശ്വാസികളെ AGക്ക് വേണം, വിശ്വാസികളെ ചർച്ച് ഓഫ് ഗോഡിന് വേണം, വിശ്വാസികളെ ഇൻഡിപെൻഡന്റ് ചർച്ചുകൾക്ക് വേണം. പക്ഷേ കർത്താവിന്റെ തിരുസഭയ്ക്ക് ആവശ്യം, ദൈവരാജ്യത്തിന് ആവശ്യം വിശ്വാസികളെ അല്ല, ശിഷ്യന്മാരെയാണ്. ഈ രാത്രി എവിടെയാണ് നമ്മൾ? പറഞ്ഞ കർത്താവിനോട് എവിടെയാണ്? കൂടുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഞാൻ കർത്താവിൻ്റെ കൂടുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെയുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടുണ്ട്, ഞാൻ എൻ്റെ അപ്പായുടെ അമ്മായുടെ ഡാഡിയുടെ മമ്മിയുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടുണ്ട്. നിങ്ങളുടെ വിശ്വാസം ഏതോ ആകട്ടെ, ഏത് മതത്തിലും സമുദായത്തിലും വിശ്വസിക്കുന്നവരായിക്കോ, നോ പ്രോബ്ലം. പക്ഷേ സമൂഹത്തിൽ കാണുന്ന ചില വ്യവസ്ഥിതികൾക്കെതിരെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വിരൽ ചൂണ്ടാതിരിക്കാൻ പറ്റില്ല. യേശു അങ്ങനെ ചെയ്തു, അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തു. കൊടപ്പനമൂട് ദേശത്തുള്ള നല്ലവരായ നാട്ടുകാരോട് ചോദിക്കുന്നു, നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെയുണ്ടോ? നീ നിന്റെ ഭാര്യയുടെ കൂടെയുണ്ടോ? കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ കൂടെയുണ്ടോ? മാതാപിതാക്കളെ മക്കളുടെ കൂടെയുണ്ടോ? സഭയെ ദൈവത്തോട് കൂടെയുണ്ടോ? വേർ ആർ യു? എവിടെയാണ് ഈ രാത്രി? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ പറ്റൂ, ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ പറ്റൂ. അയ്യോ ഇതെന്തോന്ന് പ്രസംഗം എന്ന് പറഞ്ഞു പോകാനല്ല, ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ജയമുണ്ട് എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തുവിനാൽ. മരണത്തിന്മേൽ നമ്മൾ ജയാളികളാണ്, രോഗത്തിന്മേൽ ജയാളികളാണ്, പാപത്തിന്മേലും ശാപത്തിന്മേലും ജയാളികളാണ് ക്രിസ്തു യേശുവിലൂടെ. ഈ രാത്രി നമുക്കും ചോദിക്കാം, ഹേ രോഗമേ നിന്റെ ജയം എവിടെ? ഹേ സാത്താനേ നിന്റെ ജയം എവിടെ? ഹേ പിശാചേ നിന്റെ ജയം എവിടെ? എവിടെ നിന്റെ ജയം? ഒരു വിശ്വാസി ആത്മാവിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഒരു ഭക്തൻ ആത്മാവിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കെ പ്രഖ്യാപിക്കണം, എവിടെ നിന്റെ ജയം? ഇല്ല, ലോകത്തെ ജയിച്ചവൻ നമ്മോടുകൂടെ, ക്രിസ്തു നമ്മോടുകൂടെ. ആകയാൽ വിശ്വാസ നിമിത്തം ഞാനും നിങ്ങളും ക്രിസ്തു യേശുവിൽ ജയാളികൾ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരാജയപ്പെടുവാൻ ആഗ്രഹിക്കാതെ ക്രിസ്തുവിൽ ജയാളികളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ദൈവമുമ്പാകെ ഒന്ന് എഴുന്നേൽക്കാം. എനിക്കൊരു ജയജീവിതം അനിവാര്യമാണ്, ക്രിസ്തുവിൽ ജയാളിയായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമ്മെ ഇന്ന് സമർപ്പിച്ച്, എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? പറയണം, സമ്മതിക്കണം. ഇവിടാ ഞാൻ വീണത്, ഇവിടാ ഞാൻ പോയത്, ഇവിടാ ഞാൻ തകർന്നത്, ഇവിടെയാ. ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കണം, കർത്താവിനോട് പറയണം. കർത്താവിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ നിന്റെ വായിന് കേൾക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അകൃത്യം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എൻ്റെ മാന്യ സഹോദര, രക്ഷിക്കപ്പെടാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്ഥയാത്രകളും കാലങ്ങൾ നടന്ന് കാലിടർന്ന അനുഭവങ്ങളും മലകയറ്റങ്ങളും വെടിയും പടയും പൊടിയും ഒന്നും വേണ്ടെന്നേ. ഹൃദയം കർത്താവിനായി തുറക്കാൻ, യേശുവേ
അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ മഹിമയിൽ നിന്ന് ജീവിക്കുന്നു, തിരുവെഴുത്തിന്റെ സത്യം ഞാൻ വിശ്വസിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ടു. അടുത്ത പടി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെടുക. അത് സഭയോട് ചേരാനല്ല, പ്രസ്ഥാനങ്ങളോട് ചേരാനല്ല, അത് ക്രിസ്തുവിനോട് ചേരാനാണ്. ക്രിസ്തുവിനോട് ചേരാനാണ് സ്നാനപ്പെടുക. കർത്താവ് സഭയ്ക്ക് കൈമാറിയ ഉപദേശ സത്യങ്ങളെ അനുസരിക്കുക, കൂട്ടായ്മ ആചരിക്കുക, നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുക. ഇതല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. രോഗിയാണോ, കടത്തിലാണോ, പ്രശ്നങ്ങളിലാണോ, പ്രതിസന്ധികളിലാണോ, കർത്താവ് വിടുവിക്കും, നിശ്ചയമാ. പക്ഷെ അതിനു വേണ്ടിയല്ല കർത്താവിലേക്ക് വരാൻ പറയുന്നത്. നിത്യജീവനെ പ്രാപിക്കാൻ കർത്താവിലേക്ക് വാ. നിത്യജീവൻ ഓഹരിക്കാരനായാൽ നിന്റെ സകല പ്രശ്നങ്ങളും വിടുവിപ്പാൻ സഹോദര സഹോദരി കുഞ്ഞെ, യേശു മതിയായവനാണ്. ഈ രാത്രി എവിടെയാണ്? രോഗിയായിട്ട് കിടക്കുകയാണോ? മദ്യത്തിനകത്താണോ? മയക്കുമരുന്നിലാണോ? സ്വസ്ഥത, സമാധാനം, സന്തോഷമില്ലായ്മ ഇതിനകത്താണോ? പ്രശ്നങ്ങൾക്കകത്താണോ? പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും അകത്താണോ? പറ, ഞാൻ ഇവിടെയാ കർത്താവേ. രക്ഷിക്കാൻ യേശുവുണ്ട്, വിടുവിപ്പാൻ ഒരു കർത്താവുണ്ട്. ഈ നിൽക്കുന്ന പാസ്റ്റർമാരാരും വിടുവിക്കുന്നവരല്ല, പക്ഷെ വിടുവിക്കുന്നവനെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരിക, രക്ഷിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക. രക്ഷിക്കാൻ ഒരു നാമമുണ്ട്, അത് യേശു എന്ന നാമമാ. ജയം തരാൻ ഒരു നാമമുണ്ട്, അത് യേശു എന്ന നാമമാ. ഓ ഹല്ലേലൂയ. സൗഖ്യമാക്കാൻ ഒരു നാമമുണ്ട്, അത് യേശു എന്ന നാമമാ. ആ നാമത്തിൻ്റെ ജയം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കാൻ പോവുകയാണ്. പരാജയപ്പെട്ടു പോയ പ്രാർത്ഥനാന്തരീക്ഷങ്ങൾ, പരാജയപ്പെട്ടു പോയ കുടുംബ പ്രാർത്ഥനകൾ, പരാജയപ്പെട്ടു പോയ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഈ രാത്രി വന്നുപോയ അനുസരണക്കേടുകൾ തമ്പുരാനോടൊന്ന് പറഞ്ഞ് ജയം തരുവാൻ ജയാളിയായ കർത്താവ് കാൽവറിയിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി അവന്റെ തലയെ തകർത്ത് ജയമെടുത്ത നസ്രയൻ ഈ രാത്രി ജയാളിയായി, ജയവീരനായി, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടാതിരിക്കുമ്പോൾ, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കാതിരിക്കുമ്പോൾ, ജയത്തിന് കുതിര വ്യർത്ഥമാകുമ്പോൾ, ഇത് സൈന്യത്താൽ അല്ല, ശക്തിയാലെ അല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രയെന്ന് പറയപ്പെടുമാറ് സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരുമെന്ന് കൃപ എന്നീ ആർപ്പോടെ ആണിക്കല്ല് കയറ്റുമെന്ന് പറയുമാറ് ഇതോ ഇവിടെ ജയവീരനായ കർത്താവ് ബലശാലിയായി